വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മർദ്ദനത്തിന്റെ വിവരങ്ങൾ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് തൃശൂർ ജില്ലാ സിറ്റി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാകുകയും ചെയ്യുന്ന സംഭവമാണ്. വലിയ തരത്തിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നത്. എന്താണ് കേസെടുത്തിരിക്കുന്നത്? സ്വാതി, സുജിത്ത് വി എസ് നേരത്തെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് ഈ പോലീസിൽ നിന്നും തനിക്ക് നേരിട്ട ക്രൂരമർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നതാണ്. പരാതിയിന്മേൽ അന്ന് കാര്യമായ നടപടികൾ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം ഈ സുജിത്തിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വരികയും അത് മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയായി മാറുകയും ശക്തമായ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തതോടുകൂടിയാണ് സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. കമ്മീഷൻ അംഗം വി ഗീത തൃശൂർ സിറ്റി പോലീസ് മേധാവിയോട്, ജില്ലാ പോലീസ് മേധാവിയോട് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ ആരോപണ വിധേയരായവരും പ്രതിസ്ഥാനത്തുള്ളവരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നാളെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നാളെ ലഭിക്കും. തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും കമ്മീഷൻ അംഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ വിവാദമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞ സംഭവത്തിൽ പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ, അച്ചടക്ക നടപടിയടക്കം സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ശക്തമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ നാളെ നേരിട്ട് തൃശൂരിലെത്തി DCC ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റുവാങ്ങിയ സുജിത്തിനെ നേരിട്ട് സന്ദർശിക്കുകയും മറ്റ് തുടർ സമര പരിപാടികൾ ആലോചിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തു. ഈ വിഷയം 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനോടകം വലിയ പ്രതിഷേധം ഉയരുകയും മാധ്യമങ്ങളിലൂടെ വാർത്താ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടും ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതായുള്ള അറിയിപ്പും ലഭ്യമായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം വിഷയത്തിൽ കടുപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്.